ഹായ് ഫ്രണ്ട്സ്, ഞാൻ സവിത സാവരിയ, ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാവരിയാസ് ബ്യൂട്ടി ബാസ്ക്കറ്റ്. ഇന്ന് സാവരിയയുടെ ബ്യൂട്ടി ബാസ്ക്കറ്റിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ടിപ്പാണ് തരാൻ പോകുന്നത്. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? ടൈമില്ല അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ ഇടയ്ക്കിടയ്ക്കൊന്ന് പാർലറിൽ പോകാനോ ഒന്നും മിക്കവർക്കും സമയം കിട്ടാറില്ല. പക്ഷേ നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടും വരും. കല്യാണങ്ങളാവാം, ഗെറ്റ് ടുഗദേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസിലെ ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ. ഓക്കെ, സമയം കിട്ടുന്നവരൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യലോ ഒരു ക്ലീനപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒന്ന് ഫേസിനെ ഫ്രഷ് ആക്കും. ചില ആൾക്കാർക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ സമയം കിട്ടാത്തവർക്കും റെഗുലറായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നവർക്ക് പെട്ടെന്നൊന്ന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫങ്ഷൻ നമ്മളുടെ അടുത്തേക്ക് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസിയും വളരെ ഇഫക്റ്റീവുമായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക്. ഓക്കെ, ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് പാട്ട് കേട്ടുകൊണ്ട് സുന്ദരിയാവാം. അതായത് 4 പാട്ടിൻ്റെ സമയം, 20 മിനിറ്റ്സ്, അത്ര മതി. ഇനി അത്ര പോലും സമയമില്ലാത്തവർക്ക് ആകെ 10 മിനിറ്റ് ആയാലും 2 പാട്ടിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മൊബൈലിലോ മ്യൂസിക് സിസ്റ്റത്തിലോ ഒരു 4 ഫേവറേറ്റ് സോങ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആ 4 പാട്ടുകൾ നമ്മളുടെ മനസ്സിൽ തരുന്ന സന്തോഷവും ഈ ഫേസ് പാക്ക് നമ്മളുടെ ഫേസിന് തരുന്ന ഒരു ഇഫക്റ്റും കൂടെ ചേരുമ്പോൾ നമ്മൾ വളരെ റിഫ്രഷ്ഡ് ആയിരിക്കും. ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ആകെ കൂടി വേണ്ടത് 3 ഇൻഗ്രീഡിയൻസ് മാത്രം. അതും നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു നന്നായിട്ട് പഴുത്ത ഓറഞ്ച്, കുറച്ച് തേൻ, തീരെ കുറച്ച് പഞ്ചസാര. ഇത് 3 നിങ്ങളുടെയൊക്കെ വീടുകളിൽ അവൈലബിൾ ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് പഴുത്ത ഓറഞ്ചിനെ നമ്മൾ ലൈം ജ്യൂസിനൊക്കെ ലൈം കട്ട് ചെയ്യുന്നത് പോലെ നടുവേ നന്നായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറിലോ കുറച്ച് പഞ്ചസാര വിതറുക. ഈ മുറിച്ച ഓറഞ്ചിനെ നന്നായിട്ട് കമിഴ്ത്തി ഈ പഞ്ചസാരയിൽ മുക്കിയെടുക്കുക. അപ്പോൾ ആ ഓറഞ്ചിൻ്റെ മുറിച്ച ഭാഗത്ത് നന്നായിട്ട് പഞ്ചസാര പൊതിഞ്ഞിരിക്കും അല്ലേ? ഇനി ഈ പഞ്ചസാരയുടെ മീതേക്ക് 2 മുറി ഓറഞ്ച് നമ്മുടെ കയ്യിലുണ്ടാവുമല്ലോ, ഓരോ മുറിയുടെയും മുകളിലേക്ക് ഓരോ ടീസ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കുക. കുറച്ചധികം തേൻ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസും തേനിൻ്റെ ആ ഒരു ലിക്വിഡ് ഫീലും ഒക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ദേഹത്തേക്ക് ഒരുപാട് ഒലിച്ചിറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ എത്ര തേൻ ഒഴിച്ചാലും ഒരു പ്രോബ്ലവും ഇല്ല. പഞ്ചസാരയും ഇത്തിരി അധികമായി പോയെന്ന് വെച്ച് അതും ഒരു പ്രശ്നമല്ല. ഓറഞ്ച് വളരെ നല്ല ഒരു ക്ലെൻസിങ് ഏജൻറ്റും ഒപ്പം വൈറ്റനിങ് ഏജൻറ്റും കൂടിയാണ്. നമ്മുടെ ഫേസിനെ നന്നായിട്ട് ടാനൊക്കെ മാറ്റി ബ്രൈറ്റ് ആക്കാൻ ഓറഞ്ച് ജ്യൂസിന് കഴിയും. അതുപോലെ തന്നെ നന്നായിട്ട് ഡീപ്പ് ക്ലെൻസ് ചെയ്യാനും ഓറഞ്ച് ജ്യൂസിന് കഴിയും. പഞ്ചസാര വളരെ നല്ലൊരു സ്ക്രബാണ്, ഒരു പോളിഷിങ് ഏജൻറ്റും കൂടിയാണ്. മറ്റുള്ള സ്ക്രബിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഞ്ചസാരയ്ക്കുള്ള ഗുണം, നമ്മളത് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും തോറും പഞ്ചസാര നന്നായിട്ട് മെൽട്ടാവാൻ തുടങ്ങും. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു സ്ക്രബ് നമ്മളുടെ ഫേസിൽ ഉണ്ടാക്കുന്നത് പോലെ റാഷ് ഫീലോ അല്ലെങ്കിൽ ഒരു റഫ് ഫീലോ ഒന്നും ഉണ്ടാക്കില്ല. നമ്മുടെ സ്കിന്നിനെ അതൊരിക്കലും ഹേർട്ട് ചെയ്യത്തില്ല. ഇനി തേൻ വളരെ നല്ല ഒരു മോയ്സ്ചറൈസറാണ്. ഏത് സ്കിന്നിനും, ഓയിലി സ്കിൻ ആയിക്കൊള്ളട്ടെ, നോർമൽ സ്കിൻ ആയിക്കൊള്ളട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കൊള്ളട്ടെ, ഏത് സ്കിന്നിനും തേൻ ഒരു പെർഫെക്റ്റ് മോയ്സ്ചറൈസറാണ്. ഈ 3 സാധനങ്ങളാണ് നമ്മളുടെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടത്. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ: സ്കിൻ നന്നായിട്ട് ക്ലെൻസ്ഡ് ആവും, പോളിഷ്ഡ് ആവും, ബ്രൈറ്റ് ആവും, ടോൺഡ് ആവും. ഓക്കെ, ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഇതൊരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. മൊബൈലിലോ മ്യൂസിക് സിസ്റ്റത്തിലോ നിങ്ങൾ ഒരു 4 പാട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്യാം. അതിനുശേഷം
ഇത് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഏതെങ്കിലും ഒരു ന്യൂഡിൽസ് ട്രാപ്പ് ഉടുപ്പോ അല്ലെങ്കിൽ ഒരു പഴയ എന്തെങ്കിലും ടോപ്പോ ഇടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇതിൽ ജ്യൂസൊക്കെ ഇറങ്ങി നമ്മളുടെ ഉടുപ്പ് മോശമാകാതിരിക്കാൻ അത് സഹായിക്കും. പിന്നെ കുളിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പാക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ പാട്ട് ഓൺ ചെയ്ത് വെച്ചു, ഉടുപ്പൊക്കെ മാറി നമ്മൾ ട്രീറ്റ്മെൻറ്റിന് റെഡി ആയിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. ഓരോ കയ്യിലും ഓരോ ഓറഞ്ചിൻ്റെ മുറിയെടുക്കുക. നല്ല സർക്കുലർ മോഷനിൽ നന്നായിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക ഓറഞ്ച്, ഫേസിലും കഴുത്തിലും. ഓക്കെ. അപ്പോൾ സാധാരണ ഒരു സ്ക്രബ് എല്ലാവരും പറയുന്നത് 3 മുതൽ 5 മിനിറ്റ് വരെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നമ്മളുടെ സ്ക്രബ് പഞ്ചസാര ആയതുകൊണ്ട് നമുക്കിത് 10 മിനിറ്റോളം ചെയ്യാൻ കഴിയും. ഓക്കെ. ഇനി ഈ 10 മിനിറ്റ് നമ്മൾ വളരെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് വളരെ സോഫ്റ്റായിട്ട് നോസിൻ്റെ സൈഡ്, നെറ്റി, കവിള്, ചിന്ന്, കഴുത്തൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് വെച്ചതിന് ശേഷം 2 പാട്ട് കഴിഞ്ഞെന്ന് വിചാരിക്കും. അതായത് 10 മിനിറ്റ് നിങ്ങൾ കഴിഞ്ഞു. അടുത്ത 10 മിനിറ്റ് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ആ ഒരു ജ്യൂസിനെ ഫേസിൽ ലീവ് ചെയ്യാം. എന്നിട്ട് ആ 2 പാട്ടും കൂടെ കഴിഞ്ഞതിന് ശേഷം ഷവറുള്ളവർ ഷവറിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ബക്കറ്റിൽ മഗ്ഗിൽ വെള്ളം എടുത്തിട്ടോ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. ഇനി നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഒന്ന് നോക്കൂ. വളരെയധികം റിഫ്രഷ്ഡ് ആയിരിക്കും, ടാനൊക്കെ മാറി നല്ല ബ്രൈറ്റൻ ലുക്കായിരിക്കും. ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ബ്യൂട്ടി ടിപ്പ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. റിസൾട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത ഒരു സിമ്പിൾ ബ്യൂട്ടി ടിപ്സുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ടാറ്റാ.